എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ വീട്ടിൽ കൊണ്ടുപോയി ഹരിയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഓരോ കാര്യങ്ങൾ എണ്ണി ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സോഫയെ കൊണ്ടിരുത്തിയതും അന്നേരം പയ്യെ മയങ്ങി തുടങ്ങിയതും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്ന് എണ്ണി ചോദിക്കുന്നു. ഇതെല്ലാം ചോദിക്കുമ്പം പേടിച്ചാണ് ഹരി ഓരോന്ന് പറയുന്നത്. അന്നേരം എസ് ഐക്ക് ദേഷ്യം വരും. നിനക്ക് ചോദിക്കുന്നതിനൊക്കെ വൃത്തിയായിട്ട് മറുപടി പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ കാരണം തീർത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിനക്ക് നാണം ഉണ്ടോടാ നിന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയെ നിൻ്റെ കൂട്ടുകാർ കൂടി ഇട്ട് കൊടുക്കാൻ എന്ന് വെച്ചാൽ ഒരെണ്ണോടെ മോന്ത് തീർത്തൊരെണ്ണം കൊടുക്കും. അത് കഴിഞ്ഞ് ബെഡ്റൂമിൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയും ഓരോ കാര്യങ്ങൾ ചോദിക്കും. അന്നേരം തളർന്ന് തുടങ്ങിയപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം ഹരി പറയുന്നുണ്ട് എന്നെ ഇട്ടിട്ട് പോകരുത്, എൻ്റെ അടുത്ത് ഇരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അവൾ അത്രയും വിശ്വസിച്ചുകൊണ്ടല്ലടാ അങ്ങനെ പറഞ്ഞത്, എന്നിട്ട് നീ അവളെ ചതിച്ചില്ലടാ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരവും കൊടുക്കുന്നുണ്ട് നല്ലത്. ഇതൊക്കെ കേട്ട് പേടിച്ച് ഏതാണ്ട് ബോധം പോകുന്ന അവസ്ഥയിലാട്ടോ രോഹിത് നിൽക്കുന്നത്. രോഹിത് ഇങ്ങനെ വിറച്ച് നിൽക്കുക. ഇപ്പോൾ ബോധം പോകും രോഹിത്തിൻ്റെയും തോന്നുന്നു. ആ അവസ്ഥയിലാണ് രോഹിത്. ഈ സമയം പുറത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ ബഹളം വയ്ക്കുന്നുണ്ട്. അതിലൊരാൾ മതിലിയാടി അതോട്ട് കയറി വരുന്നുണ്ട്. അവന്മാരെ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ട തള്ളുന്നുണ്ട് പോലീസുകാർ. അന്നേരം ആൾക്കാർ ബഹളം വയ്ക്കും, ഞങ്ങൾ നാട്ടുകാരാ, അവന്മാരെ ഞങ്ങൾക്ക് കാണണം, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം എന്നൊക്കെ പറയുമ്പം അതൊന്നും അറിയിക്കാനല്ല ഞങ്ങൾ അവരിങ്ങോട്ട് കൊണ്ടുവന്നത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയില്ലേ നിന്നെയൊക്കെ പിടിച്ച് 5-ാം പ്രതി ആക്കും എന്നൊക്കെ പറഞ്ഞ് അവരോടും ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്കും അകത്തെ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുവാണ് രോഹിത്തിനെയും ഹരിയും, അവരെ 4 പേരെയും കൂടെയും. അപ്പോൾ നാട്ടുകാർ ബഹളം വയ്ക്കുന്നുണ്ട്, അവന്മാരെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് നല്ല ചീത്ത പറഞ്ഞ് പോലീസുകാർ അവരെ മാറ്റുന്നു. അത് കഴിഞ്ഞ് അവരെയും കൊണ്ട് അവിടുന്ന് പോരുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൊച്ചച്ഛൻ രാജീവൻ വീട്ടിലോട്ട് എത്തുന്നു. സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് നേരെ എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ച് വരുവാണ്. അന്നേരം മനു ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എയർപോർട്ടിൽ വന്നപ്പോൾ വിളിക്കാൻ മേലായിരുന്നു എന്ന്. രാജീവൻ പറയും ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് വന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നേക്കാൾ ഭേദം ഞാനൊരു ടാക്സി എടുത്ത് ഇങ്ങോട്ട് വരുന്നതല്ലേ, അതുകൊണ്ടാണ് ആ സാരമില്ല ബാ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയം ഹരിയേനെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുപോയതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ഈ ശരണ്യയുടെ കുറച്ച് ബന്ധുക്കൾ അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇവരെ കാണണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുക. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എസ് ഐ പറയുന്നുണ്ട് അതിനൊന്നും പറ്റത്തില്ല എന്ന്. അന്നേരം ഞങ്ങളുടെ പെൺകുച്ചിനെ കൊണ്ടേ നശിപ്പിച്ച അവന്മാരെ ഞങ്ങൾക്ക് കാണണം, അവന്മാരെ കണ്ടിട്ട് ഞങ്ങൾ പോകുള്ളൂ എന്ന് പറയുമ്പം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടേ അവർ ഇട്ടുതരലല്ല ഞങ്ങളുടെ പണി, നിങ്ങളുടെ പെണ്ണ് പിഴച്ചു പോകാതിരിക്കണമെങ്കിൽ, അങ്ങനെ ഇവന്മാർ ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ അവളെ സംരക്ഷിക്കണമായിരുന്നു എന്ന് പറയുമ്പം ഞങ്ങൾ സംരക്ഷിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ അന്നേരം ഞങ്ങൾ സദാചാര പോലീസ് കളിച്ചു എന്ന് പറഞ്ഞാൽ അന്നേരം ഞങ്ങളുടെ തല കയറാൻ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നാട്ടുകാർ. അവർ ഭയങ്കര ദേഷ്യത്തിലാണ്. പിന്നെ പോലീസുകാർ ഇത്തിരി ദേഷ്യപ്പെട്ട് അടിച്ചു ഓടിക്കും എന്ന് പറഞ്ഞ് അവരെ ഒതുക്കുന്നു. അത് കഴിഞ്ഞ് ഇവരെ വളരെ പ്രയാസപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. അന്നേരം ഭയങ്കര പേടിയാട്ടോ രോഹിത്തിൻ്റെ മുഖത്ത്. ഹരിക്ക് അത്രയും പേടിയൊന്നും ഫീൽ ചെയ്യുന്നില്ല മുഖം കണ്ടിട്ട്. പിന്നെ കാണിക്കുന്നത് രാജീവിനെയും അതുപോലെ ശിവനെയൊക്കെയാണ്. അവരെങ്ങനെയെങ്കിലും ഹരിയെ ഇറക്കണം, അതിന് എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നു. വക്കീലിനോട് ജാമ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ജാമ്യം കിട്ടാൻ ചാൻസ് ഇല്ല, എങ്കിലും കോടതിയിലൊന്ന് ചെല്ലണമല്ലോ, ഉച്ച കഴിഞ്ഞ് അതുകൊണ്ട് കോടതിയിലേക്ക് പോകുന്ന കാര്യവും പറയുന്നുണ്ട്. പിന്നെ ബാലേന്ദ്രൻ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയും അയാൾ എന്നെ ഒരു മനുഷ്യനാ, ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ബാലനെ കുറ്റം പറയുമ്പം മനു പറയുന്നുണ്ട് അങ്കിളിൻ്റെ കയ്യിൽ ഫോണില്ല അതുകൊണ്ടാണ്. അന്നേരം രാജീവൻ പറയും വിളിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയും ഫോൺ മേടിച്ചാലും വിളിക്കാം, ഇത് വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്നിങ്ങനെ പറയും. ഇനി രാജീവൻ ചോദിക്കും വൈജയുടെ മകനും ഉണ്ടല്ലോ, വൈജയെ വിളിച്ചായിരുന്നു എന്ന്. അന്നേരം ശിവൻ പറയും ഞാൻ അവളെ വിളിച്ചിട്ട് എന്നാ പറയാനാ, ഇനി അവളുടെ ആവലാതിയും കൂടി ഞാൻ കേൾക്കണം, 2 കാലും വയ്യാതെ കിടക്കുന്ന അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനിയിപ്പോൾ 2 പേരും പോയി കാണണം, കണ്ടിട്ട് വിദ്വേഷവും ദേഷ്യവും എല്ലാം മാറ്റിവെച്ച് എല്ലാവരോടും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രാജീവൻ മനുവിനോട് പറയുവാണ് കോടതി പോകുമ്പോൾ നീയും കൂടി വന്നെന്ന്. അന്നേരം മനു പറയും ഞാൻ വരത്തില്ല എന്ന്. അന്നേരം അതെന്താടാ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പം പുറത്തിറങ്ങി എന്നെ കണ്ടു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ മതി ഇത് ആ പീഡനവീരിൻ്റെ ചേട്ടനാണെന്ന്, എല്ലാവരും എന്നെ കൈവച്ച് നിൽക്കും, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന് പറയും. അന്നേരം കമൽ ചോദിക്കും അപ്പോൾ ഇവർ പോകുന്നത് ഇവരെ ആരും കൈവയ്ക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവർ പ്രായമായവരാ, അതുകൊണ്ട് ഇവർക്ക് അത്രയും പ്രശ്നം കാണില്ല, അതുപോലെയല്ല എൻ്റെ കാര്യം, അതുകൊണ്ട് ഞാൻ വരില്ല, ഏതായാലും ഞാൻ വന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ, വെറും കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കാനല്ലേ എന്നെക്കൊണ്ടും സാധിക്കുകയുള്ളൂ, അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ഒരു 10-500 പേര് കാണും, അവരുടെ ഇടയിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഉറുമ്പിനെ ഞെരിക്കുന്ന പോലെ അവരെ ഞെരിച്ച് കളയും, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന് തന്നെ പറയുന്നു. എന്നിട്ട് മനു അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇവിടെ ഈ വീടിനകത്ത് ഇരുന്നിട്ട് ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് അവർക്ക് കയറി വരാൻ മേലാഞ്ഞിട്ട് പോലും നാട്ടുകാർ കല്ലെറിഞ്ഞു. കടപ്പാട്ടൂരും ഈ അവസ്ഥയായിരുന്നു. അതുപോലെ അടച്ചിട്ടിരിക്കുന്ന കടകളുടെ മുന്നിലൊക്കെ കൂമ്പാരം കണക്കിനാണ് കല്ല് കിടക്കുന്നത്, അതങ്ങനെ തുറന്നായിരുന്നെങ്കിൽ മൊത്തം ആൾക്കാർ വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയേനെ എന്നൊക്കെ പറയുമ്പോഴേക്കും ചെറിയ ടെൻഷൻ ആവുന്നുണ്ട് അവർക്ക്. എങ്കിലും കോടതിയിൽ പോകാതിരിക്കാൻ പറ്റില്ല, ഈ കുടുംബത്തിലെ 2 കുട്ടികളകത്ത് കിടക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞ് ശിവനും രാജീവിനും കൂടെ അവിടുന്ന് ഇറങ്ങി പോരുവാണ്.
അങ്ങനെ രാജീവനും ശിവനൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുവാണ്. അന്നേരം പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് മീഡിയാസൊക്കെ ഉണ്ട് കേട്ടോ. അവരതിൻ്റെ നടുക്കോടെ ഒരുവിധം അകത്തോട്ട് കയറി ചെല്ലുന്നു. അവിടെ അകത്ത് നിന്ന് CA കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. CA കട്ടക്കലിപ്പില്ല. അന്നേരം ശിവൻ പറയുന്നുണ്ട് അവർക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന്. അന്നേരം ഒരബദ്ധമോ, ആ ബാലേന്ദ്രൻ്റെ വീട്ടിലെ വേലക്കാരിയും ഇവന്മാർ ഇത് തന്നെയല്ലേ ചെയ്യാൻ ശ്രമിച്ചത്, അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് CA പറയുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനെ പോയി കാണുമ്പോൾ ബാലേന്ദ്രൻ്റെ സങ്കടം പറയുന്നുണ്ട്, അവനെയൊക്കെ പഠിക്കാൻ വിട്ടത്, എന്നിട്ട് അവൻ അതൊന്നും പോരായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈജിയും പോയി കാണുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. വൈജിയെ പോയി കണ്ടിട്ട് അവർ പറയുന്നുണ്ട്, നീ അലീനയോടൊന്ന് പറയുവാണെങ്കിൽ ചിലപ്പോൾ നിൻ്റെ മകൻ രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചെടുക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. ഇനി അലീനയുടെ കാല് പിടിക്കുമോ അതോ അന്നേരം അഹങ്കാരം കാണിക്കുമോ എന്നറിയില്ല. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.